ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ധ്യാനചിന്തയായി വായിക്കുന്ന വേദഭാഗം, സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഈ വലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തരം മീനും ഈ വലയിൽ കുടുങ്ങും. ഈ നോമ്പുകാലം ഈ വേദഭാഗത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണം നാം ഓരോരുത്തർക്കുമുണ്ട്. നോമ്പ് ഒരു പുനർചിന്തനത്തിനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ വിളിയോട് നാം ശരിയായി പ്രതികരിക്കുന്നുണ്ടോ? നാമൊക്കെ ജീവിതത്തിൽ എന്താണ് എന്നതിലല്ല പ്രസക്തി, നമ്മുടെ ദൈവസാന്നിധ്യ ബോധത്തിൻ്റെ ആഴം എത്രമാത്രമാണ് എന്നതാണ് ഈ നോമ്പുകാലത്തെ പ്രസക്തി. ഇവിടെ നല്ല മീനുകളെ പാത്രത്തിൽ കൂട്ടിവെച്ച് ചീത്ത എറിഞ്ഞു കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ നല്ലതിനെയും മോശപ്പെട്ടതിനെയും വേർതിരിക്കപ്പെടുന്നുണ്ട്. നോമ്പ് ഒരു സെൽഫ് എക്സാമിനേഷനാണ്. നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടുന്ന സമയമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് നന്മയിലാണോ അതോ തിന്മയുടെ പാതയിലാണോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ട സമയമാണ്. നോമ്പ് അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിൻ്റെയും സമയമാണ്. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുമ്പോൾ നാം ആരാണ് എന്നതാണ് ഈ നോമ്പിലെ ചോദ്യം. ഞാൻ നീതിമാനാണോ അതോ ദുഷ്ടനാണോ? ഈ നോമ്പുകാലം നമ്മെ തന്നെ സ്വയം ശോധനയുടെ ഒരു മുഖാന്തരമായി തീരട്ടെ. ആമേൻ.